ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഡിസ്ചാർജ് ആയി പോവാണ്. എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. കാര്യം എനിക്ക് ജൂലൈ 28 ആണ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അതിന് മുന്നേ ശടപ്പടേ ഹോസ്പിറ്റലിൽ വരേണ്ടി വന്നു. അപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നിനും റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനും വാവയൊക്കെ ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ പോവാണിന്ന്. ബാക്കി എല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. തുറക്കുമ്പോ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ഹലോ ഗൈസ്, ഞാനിപ്പം ഹോസ്പിറ്റലിൽ പോവാണ്. നമ്മളിപ്പം ഹോസ്പിറ്റലിലോട്ട് പോവാണ്. രാവിലെ ഉറക്കത്തിൽ വാട്ടർ ബ്രേക്കായി. അപ്പം രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ചെക്ക് ബ്ലൂ ഷർട്ട് എടുത്തിട്ടുണ്ടല്ലോ, പ്ലെയിനാ. അങ്ങനെ ഞങ്ങൾ ദേ കിംസിലെത്തി. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ഉണ്ട് ട്രാവൽ ഹോസ്പിറ്റലിലോട്ട്. ദൈവം സഹായിച്ച് എനിക്ക് ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ പെയിനൊന്നും സ്റ്റാർട്ടായിട്ടില്ലായിരുന്നു. ഞാൻ നല്ല കൂളായിട്ടൊക്കെ തന്നെ ഇരുന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ചെറിയൊരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ട്. ഞാൻ അപ്പം തന്നെ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ലേബർ റൂമിലോട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി എല്ലാ ചെക്കപ്പിനും നമ്മൾ പോകുമ്പോഴത്തേക്കും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ലേബർ റൂമിലോട്ട് കയറി. ഞാനും വിഷ്ണു ആണ് കേട്ടോ കയറി. എനിക്കാണെങ്കിൽ ചെറിയൊരു ടെൻഷനൊക്കെ തുടങ്ങി ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴേക്കും. എന്താണ് എന്നൊന്നും അറിയത്തില്ല. അപ്പം ഇനി ഡോക്ടർ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അതിന് തൊട്ട് മുന്നേ ആയിട്ട് PV ചെയ്യണം. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കണ്ണിലൊക്കെ ഡാർക്ക് സർക്കിൾസ്. ഞാൻ നിന്റെ ഇന്നലെ തോന്നി ഞാൻ പറഞ്ഞു ചക്കര വാട്ടർ ബ്രേക്കായി. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. വേഗം പോയി പ്രസവിച്ചിട്ട് വരാം. എനിക്ക് റൂമിലൊക്കെ നിന്ന് ഭയങ്കര പ്രസവിക്കണം. റൂമിൽ തന്നെ പേടിയുണ്ട്. വേദന എടുക്കും എനിക്ക്, അതാ പേടി. ചെറുതായിട്ട്. പക്ഷേ അത്രക്ക് ഇതുണ്ടായില്ലല്ലോ. എൻ്റെ ഫസ്റ്റ് PV ആണ് ഇന്നത്തെ PV. അപ്പം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു PV എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടിങ് തൊട്ടേ എനിക്ക് പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്രത്തോളം കൂളായിട്ടിരിക്കുന്നോ, കോപ്പറേറ്റ് ചെയ്യുന്നോ, അതുപോലെ ഇരിക്കും നമ്മുടെ PV. ഗൈസ്, എന്നെ അഡ്മിറ്റാക്കി. സ്യൂട്ട് റൂം കിട്ടിയിട്ടില്ല. സ്യൂട്ട് റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PV കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഇവിടെ അഡ്മിറ്റാക്കി. ഇനി എൻ്റെ ഡോക്ടർ വരണം. അപ്പോൾ അതുവരേക്കും വാട്ടർ ബ്രേക്കായി വന്നതുകൊണ്ട് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ആൻറ്റിബയോട്ടിക് ട്രിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൂളായിട്ടൊക്കെ ഇരിക്കുവാണ്. സ്യൂട്ട് റൂം കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. കാര്യം ഇവിടെ ഓൾറെഡി 2 സ്യൂട്ടാണ് ഉള്ളത്. അതിൽ 2ലും ഫില്ലായിട്ടിരിക്കുവാണ്. ഒരിടത്ത് ഡെലിവറി കഴിഞ്ഞു, ഒരാൾ ഡെലിവറി ആവാനായിട്ടിരിക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞാലേ എനിക്ക് സ്യൂട്ടിലോട്ട് മാറാൻ പറ്റൂ. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ബ്രെഡ് സാൻഡ്വിച്ച് മാത്രമാണ് ഉള്ളത്. അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. എനിക്ക് പെയിൻ ചെറുതായിട്ട് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് 2 ടാബ്ലറ്റ് തന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ട് കിടന്നപ്പോഴേക്കും ചെറിയ പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നല്ല ടയേർഡാണ്. ഉച്ചയ്ക്കുള്ള ഫുഡ് ദേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ റൂമിൻ്റെ അകത്തായതുകൊണ്ട് ഒരു ബൈസ്റ്റാൻഡറിനെ നിൽക്കാൻ പറ്റുള്ളൂ. വിഷ്ണു ആണ് നിന്നത്. ഫുഡ് കഴിക്കാറായപ്പോൾ അമ്മ വന്ന് വാരിത്തരാൻ വേണ്ടിയിട്ട്. കാര്യം അത്രയ്ക്ക് വയ്യ എനിക്ക്. ഇപ്പം എന്താണ് ഇത് ഇട്ടേക്കണ?
അപ്പോൾ ഫൈനലി ഞാൻ എപ്പിഡ്യൂറൽ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ എപ്പിഡ്യൂറൽ എടുക്കും. കാര്യം എനിക്കൊരു 4 സെൻറ്റിമീറ്റർ ഡയലേറ്റൊക്കെ ആയപ്പം എനിക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ബാക്കി ടൈം ഓക്കെയാണ്. പെയിൻ വരുന്ന ടൈമിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം എപ്പിഡ്യൂറൽ എടുക്കാൻ പോവാണ്. എപ്പിഡ്യൂറൽ എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായി ചേച്ചി? കൊള്ളാർന്നോ? എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന പ്രൊസീജിയറും ഞാൻ വിചാരിച്ച പോലെ ഭയങ്കര ഒരു പെയിൻ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. എനിക്കൊരു ആശ്വാസമുണ്ട്. ഇപ്പോൾ എപ്പിഡ്യൂറൽ എടുത്തിട്ട് ഞാൻ കിടക്കുവാണ്. ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. അത് മാത്രമല്ല അത്ര പെയിനുള്ള കാര്യമല്ല. പലർക്കും പല രീതിയിലാണ് ബോഡിയിൽ എഫക്റ്റ് ആവുന്നത്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു കാര്യമുള്ളൂ. എനിക്ക് സ്യൂട്ട് റൂം കിട്ടുമോ എന്നുള്ളത്. കാര്യം എനിക്ക് വിഷ്ണു കൂടെ തന്നെ വേണമെന്നുണ്ട്. ലേബർ റൂമിൽ 10 മണിക്ക് ശേഷം മെയിൽ ബൈസ്റ്റാൻഡേഴ്സ് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് 1 മണി 2 മണിയാകുമ്പോൾ ഡെലിവറി കാണുമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു വന്ന് കണ്ടിട്ട്. അങ്ങനെ 10 മണിക്ക് ശേഷം എൻ്റെ കൂടെ ചിന്നു ചേച്ചിയാണ് നിന്ന അമ്മയുടെ സിസ്റ്ററാണ്. എൻ്റെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ചിന്നു ചേച്ചി എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനും അതുപോലെ തന്നെ എനിക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ചേച്ചിയാണ്. അപ്പം ചേച്ചിയുടെ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് കൂളാവും. അങ്ങനെ ഫൈനലി 12 മണിയായപ്പോൾ എന്നെ സ്യൂട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ പിന്നെയും വിഷ്ണുവിനെ കാണുന്നത്. എൻ്റെ അമ്മ ആദ്യമേ പറഞ്ഞായിരുന്നു സ്യൂട്ട് റൂം എടുത്താൽ ഞാൻ അകത്ത് കയറൂല, അമ്മയ്ക്ക് പേടിയാണെന്നുള്ളത്. അപ്പം മാവണി വന്നെന്നെ കാണാനായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ബ്രദേഴ്സ് എല്ലാവരും കൂടി കയറി. എന്നെ അഡ്മിറ്റ് ആക്കിയെന്ന് അറിഞ്ഞപ്പോഴേ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. 3 മണിയൊക്കെ ആയപ്പോഴും എനിക്ക് ഒരു 8 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. യെസ് കാലം പൊക്കെ ഈ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചേ. ആ എന്നാലേ ഒന്ന് പൊക്കെ. ആ കണ്ടിന്യൂസ്ലി താഴോട്ട് പുഷ് ചെയ്തേ. ആ പുഷ് 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 ആ പുഷ് യെസ് ഗുഡ് പുഷ് ചെയ്തോ. ആ രണ്ട് കാണാം. പുഷ് കണ്ടാ പോലെ കണ്ടിന്യൂസ്ലി ചെയ്തേ. അങ്ങനെ നമുക്ക് എന്ത് വേണം? വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചോ. ഒറ്റൊരു വലിക്ക് ഒരു വലി പുഷ് ചെയ്തോ. പുഷ് ചെയ്ത് അതുപോലെ അതുപോലെ. വെരി ഗുഡ് വെരി ഗുഡ്. വിടലേടാ വിടല്. സൗണ്ട് ഉണ്ടാക്കല്ലേ സൗണ്ട് ഉണ്ടാക്കല്ലേ. വിടാതെ വിടാതെ പുഷ് പുഷ് ചെയ്യണം. പുഷ് പെയിൻ കളയാതെ പുഷ് ചെയ്ത് പെയിൻ കളയാതെ പുഷ് ചെയ്ത്. നമ്മൾ
എത്രയൊക്കെ എപ്പിഡ്യൂറൽ എടുത്തു എന്ന് പറഞ്ഞാലും ആ ടൈമിൽ നമുക്കൊരു പെയിൻ ഉണ്ടാവും. ആ ടൈമിൽ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് വാവേനെ ഒന്ന് പുറത്ത് കൊണ്ടുവന്നാൽ മതിയെന്ന് തോന്നും. പക്ഷെ ഞാൻ നല്ല ടയേർഡായിരുന്നു. ഞാൻ മയങ്ങി പോകുന്നുണ്ടായിരുന്നു, വൊമിറ്റ് ചെയ്തു. ഏക ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ കൂടെ വിഷ്ണുവും ചേച്ചിയും ഉണ്ടായിരുന്നതാണ്. കാര്യം നമുക്ക് അവരെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ വിഷ്ണു പുറത്ത് പോയി എല്ലാവരോടും ബേബി ഗേൾ ആണെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പോയി ബേബി ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാം ബ്ലൂ കളറിലെ ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഞാൻ ചൂസ് ചെയ്ത ഹോസ്പിറ്റലും അവിടുത്തെ നേഴ്സും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. എനിക്കതാണ് ഏറ്റവും വലിയ ആശ്വാസം. പ്രത്യേകിച്ച് സാൻഡ്ര എന്ന് പറയുന്ന ഈ നഴ്സിംഗ് സ്റ്റാഫ് എൻ്റെ സ്യൂട്ട് റൂമിലുണ്ടായിരുന്നതാണ്. അപ്പം ഇനി പുറത്തുള്ള വിശേഷങ്ങൾ കാണാം. വിഷ്ണു ആണെങ്കിൽ പുറത്ത് വന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും നല്ല ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ എബ്രോഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കോളിലുണ്ട്. ആരും രാത്രിയൊന്നും ഉറങ്ങാതെ ഇരിക്കുവാണ്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ദേ വാവേനെ ഇപ്പോൾ കൊണ്ടുവരും. കൊച്ചിനെ കാണിക്കണ്ടേ? നമുക്കൊരു മകം വരുന്ന വണ്ടി അച്ഛൻ്റെ വീഡിയോ കണ്ണോർന്ന് അറിഞ്ഞില്ല, പകുതിയല്ല ഒട്ടും അറിഞ്ഞില്ല. അച്ഛനെ ഒന്നോട് ചിപ്പി പറ, എങ്ങനെയുണ്ടായി സുഖപ്രസവം? നല്ല സുഖം ഉണ്ടായോ പ്രസവം? അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുവാണ്. എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് കാലിൽ ചെറിയൊരു നംനെസ് പോലെ മാത്രമുണ്ട്. അത് കാരണം ഭയങ്കര ക്ഷീണം, എണീച്ച് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഇവിടെ തകൃതിയായിട്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബോയ് ബേബി ആയതുകൊണ്ട് ബോയ് നെയിംസ് ആണ് കൂടുതൽ നോക്കി വെച്ചിരുന്നത്. ആകെ 2 പേരെന്തോ ഗേളിന് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരു പേര് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബർത്തിങ് സ്യൂട്ടിൽ നിന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പം എന്നെ വീൽ ചെയറിലൊക്കെയാണ് കൊണ്ടുവന്നത്. ഞാൻ നോർമൽ ഡെലിവറി തന്നെയാണ്. പിന്നെ എപ്പിഡ്യൂറലൊക്കെ എടുത്തുകൊണ്ട് കാലിൽ ഒരു ചെറിയ മരവിപ്പ് പോലെയൊക്കെ അതിൻ്റെ എഫക്റ്റ് ഒക്കെ പോകുന്നേ ഉള്ളൂ. അത് കാരണം അവർ എൻ്റെ വീൽ ചെയറിൽ വരാൻ പറഞ്ഞു. എനിക്ക് നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. പക്ഷേ സ്റ്റിച്ചൊക്കെ ഉള്ളത് കൊണ്ട് വീൽ ചെയറിലാണ് കേട്ടോ റൂമിലോട്ട് കൊണ്ടുവന്നത്. ഒരു പ്രീമിയം സ്യൂട്ട് നോക്കി, പക്ഷേ റൂം അവൈലബിലിറ്റി അന്നേരം കിട്ടാത്തതുകൊണ്ട് ജൂനിയർ സ്യൂട്ടാണ് എടുത്തത് ഞങ്ങൾ. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴേക്കും ഞാൻ എൻ്റെ നഴ്സിംഗ് സ്റ്റാഫ് നമ്മുടെ ബർത്തിങ് സ്യൂട്ടിലുണ്ടായിരുന്ന സാൻഡ്ര എന്ന് പറയുന്ന ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഹാമ്പർ കൊടുത്ത്. കാര്യം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അവിടെ നിന്ന് കിംസിൽ നിന്ന് തന്നെ ബേബിക്ക് ഒരു ഹാമ്പർ തന്നിട്ടുണ്ടായിരുന്നു. കുറേ ക്യാപ്പ്, മിറ്റൻസ്, ഡ്രസ്സ്, ചവ്വലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, ഇനി വേണം പൊട്ടിച്ച് നോക്കാൻ. പിന്നെ ECG എടുക്കുന്നത് ചെറിയ സ്കാർ പോലെ കാണാറുണ്ട്. അത് ചില ബേബീസിൽ വരാറുണ്ട്. അത് നോർമലാണ്.
ഈ ബുക്ക് ഓൾറെഡി ബേബിയുടെ വാക്സിനേഷൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇന്നെടുക്കാൻ പോകുന്ന വാക്സിൻസ് നേരെയാണ് ഡേറ്റ്. ഇന്നെടുക്കാൻ പോകുന്ന വാക്സിൻസിന്റെ ബാച്ച് നമ്പറും പാർക്കോഡും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന വാക്സിൻസ് 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അത് ഞാൻ ബേബീനെ റിവ്യൂവിന് കാണിക്കാൻ വരുമ്പോൾ ഡോക്ടേഴ്സ് ഡേറ്റ് പറയും. ഈ ബുക്ക് എപ്പോഴും കയ്യിൽ വെച്ച് ചെറിയ ബ്ലഡ് ഡ്രോപ്പ് പോലെ വരും. മസാജ് ചെയ്യുന്നത്. നാളെ അപ്പോൾ ഡിസ്ചാർജ് ആണ്. അപ്പോൾ നമ്മൾ രാത്രി എല്ലാമൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെക്കുവാണ്. ഒരു ഉച്ച കഴിയുമ്പോഴേ എന്തായാലും ഡിസ്ചാർജ് ആവുള്ളൂ. ഞങ്ങളാണെങ്കിൽ ബ്ലൂ കളറിലെ ഡ്രസ്സാണ് എല്ലാം കൊണ്ടുവന്നത്. പിന്നെ വേഗം പോയി വിഷ്ണു എങ്ങനെയെങ്കിലും 2 പിങ്ക് കളറിലെ ഡ്രസ്സൊക്കെ ഓടിപ്പോയി മോളിൽ നിന്ന് വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ റെഡിയായി പോകണം. അപ്പോൾ 6 മണിക്ക് ശേഷം വീട്ടിലേക്ക് കയറാവുള്ളൂ. നമുക്ക് ഡിസ്ചാർജ് ഒക്കെ ആയി വന്നപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആവണി ആശേട്ടനൊക്കെ നേരത്തെ പോയി. കാര്യം വീട്ടിലെ റൂം ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സോ നമ്മളിപ്പം കിംസിൽ നിന്ന് ഡിസ്ചാർജായി ഇറങ്ങി വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. എടി കൊച്ചിനമ്മ ഫ്രീ ആണ്. അടച്ചോട്ടേത്